ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് ബേഷ്. 1999 നടന്ന കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ ഏകദേശം പകുതിയോളം ഇന്ത്യൻ സൈഡിൽ വളരെ വീക്കായിരുന്നു. ഇന്ത്യ ആ യുദ്ധത്തിൽ തോൽക്കും എന്നുള്ളൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പകുതിയായപ്പോൾ ആ യുദ്ധം മാറി മറിയുകയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ ആർമിക്ക് ഏറ്റവും വലിയൊരു തകർച്ചയാണ് പറ്റിയത്. യുദ്ധത്തിന്റെ പകുതി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേൽ അവരുടെ ഭാഗത്തുനിന്ന് കുറേയധികം സഹായങ്ങൾ ഇന്ത്യക്ക് അറിയിക്കുന്നതും അതുപോലെ തന്നെ കൊടുക്കുന്നതും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കും ഇസ്രായേലിനും അത്ര വലിയ ബന്ധമൊന്നുമില്ല. അമേരിക്ക ഇസ്രായേലിനോട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഇസ്രായേൽ ഇന്ത്യക്ക് വെപ്പൺസ് എല്ലാം കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഇസ്രായേൽ നമ്മളെ സഹായിച്ചത്, അമേരിക്ക പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേൽ അവരെ റിഫ്യൂസ് ചെയ്ത് ഇന്ത്യനെ സഹായിച്ചത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്ത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ 1999 മെയ് മാസത്തിലായിരുന്നു കാർഗിൽ യുദ്ധത്തിന്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ആ ഒരു സമയത്ത് പാകിസ്ഥാനിലുള്ള സോൾജേഴ്സ് എല്ലാം വന്ന് കാർഗിൽ എന്ന് പറയുന്ന ആ സ്ഥലം മൊത്തം പിടിച്ചെടുക്കുകയും ഏകദേശം 5000 പാകിസ്ഥാൻ സോൾജേഴ്സോളം ആ ഒരു വട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ വാർ തുടങ്ങിയ ആ ഒരു സമയത്തെല്ലാം തന്നെ പാകിസ്ഥാൻ ആർമി മേലെ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ആ ഒരു സ്ഥലത്തോട്ട് എത്താൻ പറ്റുന്നില്ലായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സ് എല്ലാം ആ സ്ഥലത്തോട്ട് എത്താൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ എയർ ജെറ്റ്സുകളെല്ലാം തന്നെ പാകിസ്ഥാന്റെ സ്ട്രിംഗ് മിസൈൽ ഉപയോഗിച്ച് അവർ എളുപ്പത്തിൽ തന്നെ അതെല്ലാം തന്നെ അവർക്ക് തകർത്തെറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പകുതിയോളം വാറിന്റെ പകുതിയോളം ഇന്ത്യക്ക് വലിയൊരു പ്രഷറായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇന്ത്യ കുറേയധികം പ്ലാനുകളെല്ലാം ചെയ്ത് അറ്റാക്കുകൾ തുടർന്നെങ്കിലും പക്ഷെ അതെല്ലാം തന്നെ ഫെയിലിയർ ആയിരുന്നു. കാരണം പാകിസ്ഥാൻ ആർമി മേലെ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് ഇന്ത്യൻ ആർമിക്ക് അത്ര എളുപ്പത്തിലൊന്നും അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റ്സ് എല്ലാം തന്നെ അത്ര വെൽ അഡ്വാൻസ്ഡ് ഒന്നുമല്ല. പാകിസ്ഥാനെ സിമ്പിൾ ആയിട്ട് തന്നെ അതിനെ ആക്രമിച്ച് കളയാറുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ അടുത്ത് ഉള്ളതിനെക്കാട്ടിലും കൂടുതലായിട്ടും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി വേണം. അഡ്വാൻസ്ഡ് ആയ വെപ്പൺസ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമോ നമുക്ക് പാകിസ്ഥാനെ തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു പോയിന്റിലോട്ട് വന്നെത്തുന്നു. പക്ഷേ ഇന്ത്യക്ക് ഫോറിൻ രാജ്യത്തു നിന്നും വെപ്പൺസ് അത്ര എളുപ്പത്തിൽ ഇറക്കാൻ കഴിയില്ലാരോ. ഇതെന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു വർഷം മുമ്പായിരുന്നു ഇന്ത്യ ന്യൂക്ലിയർ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു വട്ടം യുഎസും വെസ്റ്റേൺ കൺട്രീസ് എല്ലാം ചേർന്ന് ഇന്ത്യക്കെതിരെ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തു. ഇതുകൊണ്ട് എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഗവൺമെന്റിന് അത്ര എളുപ്പത്തിൽ ട്രേഡ് ഒന്നും നടത്താനും പറ്റില്ല. അതുപോലെ തന്നെ വെപ്പൺസ് ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പല രാജ്യങ്ങളുടെ അടുത്തും നമ്മൾ സഹായം ആവശ്യപ്പെട്ടെങ്കിലും അവരെല്ലാം തന്നെ അത് റിജക്ട് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് ഇന്ത്യ ഏകദേശം ട്രാപ്ഡ് സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ക്യാബിനറ്റ് മിനിസ്റ്റർ എല്ലാം തന്നെ ഇസ്രായേലിന്റെ അടുത്ത് പോയി നമ്മൾ സഹായം ചോദിക്കാം എന്ന് പറഞ്ഞ് ഒരു വലിയൊരു ലിസ്റ്റ് എല്ലാം അയച്ചു കൊടുത്ത് ഇസ്രായേലിന്റെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ, ഇത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ അടുത്ത് സഹായം ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇസ്രായേലിന്റെ അടുത്ത് സഹായം ചോദിക്കുമ്പോൾ ഇതിന്റെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1971 വർഷം ഇന്ത്യക്കും ഇസ്രായേലിനും വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഇസ്രായേൽ അത് ഷാഡോ ആയിട്ട് നമ്മളെ സഹായിച്ചു. അതേപോലെ തന്നെ ഇത്തവണയും സഹായിക്കും എന്ന് ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇസ്രായേലിന്റെ അടുത്ത് നമ്മൾ സഹായം ചോദിക്കുന്നത്. അപ്പോൾ ഇത് 1971 വാറിൽ എങ്ങനെയാണ് ഇസ്രായേൽ സഹായിച്ച് ഉള്ള വീഡിയോ എല്ലാം നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തത് താഴെ കൊടുക്കാൻ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റു രാജ്യങ്ങളെല്ലാം പ്രതീക്ഷ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇസ്രായേൽ ആ യുദ്ധത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അമേരിക്കയും വെസ്റ്റേൺ യൂണിയനെല്ലാം പറയുന്നു, ഇനി ഞങ്ങൾ നിങ്ങൾക്ക് സഹായമൊന്നും തരില്ല, അതുകൊണ്ട് ഇസ്രായേൽ ഒരിക്കലും ഇന്ത്യനെ സഹായിക്കരുത്. പ്രത്യേകിച്ച് മിലിറ്ററി വെപ്പൺസ് ഒന്നും തന്നെ ഇന്ത്യക്ക് അനുകൂലമായി കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു സഹായം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പോലും ഇസ്രായേൽ മുന്നോട്ട് വന്ന് സഹായിച്ചു. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അതൊക്കെ നമ്മൾ നോക്കാം, ഓരോന്നായി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇസ്രായേൽ എന്തെല്ലാം വെപ്പൺസ് ആണ് ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് അയച്ചു തന്നെ എന്ന് നമുക്ക് നോക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്നത് GPS ടെക്നോളജി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമേരിക്കൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നു. പക്ഷേ അമേരിക്ക പറയുന്നു ഞങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമേരിക്ക റിജക്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ ഇത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു യുദ്ധത്തിൽ. അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആദ്യം തന്നെ ലേസർ ഗൈഡഡ് മിസൈൽസ് അയക്കുന്നു, അതുപോലെ തന്നെ സർവേലൻസ് ഡ്രോൺ അയക്കുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് പാകിസ്ഥാൻ സോൾജേഴ്സ് എവിടെയൊക്കെയാണെന്ന് അറിയാൻ വളരെയധികം ഉപകാരപ്പെട്ടു. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഇൻഫർമേഷൻ മൊസാദിന്റെ ഇൻഫർമേഷൻ ടെക്നോളജിയും ഇന്റലിജൻസ് ഇൻഫർമേഷനും കൂടെ ഇന്ത്യക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഇസ്രായേൽ അറിയിക്കുന്നു. അപ്പോൾ 1971 വാറിൽ ഇസ്രായേൽ ഷാഡോ ആണ് സഹായിച്ചെങ്കിലും ഈ വാറിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ സഹായിച്ചു. അപ്പോൾ ഈ ഇന്റലിജൻസ് ഏജൻസിന്റെ എല്ലാം റിപ്പോർട്ടെല്ലാം തന്നെ ഇന്ത്യക്ക് വളരെയധികം ഉപകാരപ്പെടുകയും
അങ്ങനെ ഇസ്രായേൽ ഇങ്ങനെ കുറേയധികം ഉപകരണങ്ങളെല്ലാം കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇന്ത്യ മെല്ലെ മെല്ലെ ആ യുദ്ധത്തിൽ തിരിച്ചു പിടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇസ്രായേൽ ലൈറ്റ്നിങ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ ടാർഗറ്റിംഗ് എന്ന് പറയുന്ന അതും ഇന്ത്യക്ക് കൊടുത്തു. 1997 നമ്മളും ഇസ്രായേലും ഒരു സൈൻ ചെയ്തത്, അതായത് ഈ ഒരു എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തത്, അതായത് ലൈറ്റ്നിങ് ഒപ്റ്റിക്കൽ ടാർഗറ്റിങ്ങിന് വേണ്ടി. അപ്പോൾ ആ ഒരു യുദ്ധം, അതായത് ആ ഒരു എഗ്രിമെന്റ് പ്രകാരം, അതായത് ഇന്ത്യക്ക് ആ ഡെലിവർ ചെയ്യാൻ കുറേയധികം സമയം ബാക്കി കിടക്കുക. പക്ഷേ ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ മനസ്സിലാക്കിയ ഇസ്രായേൽ വിചാരിക്കുന്നു, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എല്ലാം തന്നെ ഇന്ത്യക്ക് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ആ ഡേറ്റ് ഒന്നും കണക്കിലാക്കാതെ പെട്ടെന്ന് തന്നെ ഈ ലൈറ്റ്നിങ് ഒപ്റ്റിക്കൽ ടാർഗറ്റിംഗ് പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യൻ എയർ ജെറ്റ്സിലെല്ലാം തന്നെ ഇത് ഫിക്സ് ചെയ്ത് എവിടേക്കാണ് പാകിസ്ഥാൻ സോൾജേഴ്സ് എന്ന് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്ത് അത് തകർത്തെറിയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് അത്രമാത്രം എക്സ്പേർട്സ് ഒന്നും ഇന്ത്യൻ്റെ അടുത്ത് ആ വർഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ, അതായത് ഈ യുദ്ധം നടക്കുന്നതുകൊണ്ട് തന്നെ, അതായത് ഇന്ത്യക്ക് പെട്ടെന്ന് തന്നെ വേറെ ട്രെയിനിങ് എടുത്ത് ഇത് നടത്താൻ പറ്റില്ല. അപ്പോൾ ഇസ്രായേൽ ഇത് അറിഞ്ഞപ്പോൾ ഇസ്രായേൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതായത് റിസ്ക് എടുത്ത് ഇസ്രായേലിലുള്ള, അതായത് ഇതിന്റെ ടെക്നിക്കൽ എക്സ്പേർട്സിനെല്ലാം ഇന്ത്യയിലോട്ട് പറഞ്ഞയച്ചിട്ട്, അതായത് ഇത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് അറ്റാക്ക് ചെയ്യേണ്ടത് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലുള്ള എക്സ്പേർട്സിനെല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് എയർഫോഴ്സിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ പെട്ടെന്ന് ട്രെയിനിങ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ, അതായത് ഈ കാർഗിൽ യുദ്ധത്തിൽ അത് ഉപയോഗിക്കാനും പറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ഇന്ത്യൻ എയർഫോഴ്സിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന് പെട്ടെന്ന് തന്നെ, അതായത് ഉയരങ്ങളിലോട്ട് എത്താനും പറ്റി. കാരണം പാകിസ്ഥാൻ, അതായത് അപ്പോൾ ഉണ്ടായിരുന്ന പാകിസ്ഥാന്റെ സ്റ്റിംഗ് മിസൈൽസിനെല്ലാം തന്നെ, അതായത് അറ്റാക്ക് ചെയ്യുന്ന ഒരു റേഞ്ച് എല്ലാം ഏകദേശം കുറഞ്ഞു. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ദൂരം തന്നെ ടാർഗറ്റ് ചെയ്യാം. ഇങ്ങനെ കുറെ എക്യുപ്മെന്റ്സ് എല്ലാം ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നേറാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ അതായത് നമുക്ക് ലേസർ ഗൈഡഡ് ബോംബ്സ് വളരെ കുറവായിരുന്നു ആ വട്ടം സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യ ഇതിനു മുമ്പായിരുന്നു, അതായത് പേവ് ലേസർ ഗൈഡഡ് ബോംബ്സ് എന്ന് പറയുന്ന ആ ഒരു ബോംബ്സ് യുഎസിന്റെ അടുത്ത് വാങ്ങാൻ വേണ്ടി എഗ്രിമെന്റ് എല്ലാം സൈൻ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു വട്ടം, അതായത് ഇന്ത്യക്ക് ഇങ്ങനെ അറ്റാക്ക് നടന്നപ്പോൾ ഇന്ത്യ പെട്ടെന്ന് തന്നെ, അതായത് ആ എഗ്രിമെന്റിൽ ചോദിച്ച പോലെ തന്നെ പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ യുഎസും പാകിസ്ഥാനെ ഒരു സൈഡഡ് ആയതുകൊണ്ട് തന്നെ യുഎസ് പറഞ്ഞു അതൊന്നും ഇപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ മനഃപൂർവ്വം ഡിലേ ആക്കുന്നു. ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യക്ക് മര്യാദയ്ക്ക് ബോംബൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടോ ഇന്ത്യയുടെ കയ്യിൽ ബോംബ്സ് എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അതുവരെ ഉണ്ടായിരുന്ന എക്സ്പയർ ആയ ബോംബ്സും അതുപോലെ തന്നെ മറ്റ് ബോംബ്സ് എല്ലാം കളക്ട് ചെയ്ത് ഒരുമിച്ച് ലോഡ് ചെയ്ത് കുറെ സ്ഥലത്ത് ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് ആദ്യമായിട്ടായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ് ചെയ്യുന്നത്. അതെല്ലാം തന്നെ ഏകദേശം കുറെ സക്സസ്ഫുൾ എല്ലാം കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ത്യ ആ കാർഗിൽ യുദ്ധത്തിൽ മെല്ലെ മെല്ലെ മുന്നേറാൻ തുടങ്ങിയത്. അങ്ങനെ അതായത് 2000 വരെ നമുക്ക് വലിയൊരു റിലേഷൻ ഇസ്രായേലിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് എതിരായിട്ടാണ് നമ്മൾ 1947, അതായത് ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ വോട്ടെല്ലാം രേഖപ്പെടുത്തിയത്. അതിന് പിന്നെ നമ്മൾ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ പോലും, അതായത് ഇസ്രായേലിനറിയാം, അതായത് ഇന്ത്യയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കരുതിക്കൊണ്ട് മറ്റ് ലേസർ ഗൈഡഡ് മിസൈൽസും അങ്ങനെ ടെക്നോളജി എല്ലാം തന്നെ ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ 1999 ജൂലൈ 26 ആയി കഴിഞ്ഞപ്പോൾ, അതായത് പാകിസ്ഥാൻ ആർമിയും അതുപോലെ തന്നെ അപ്പോൾ ഉണ്ടായിരുന്ന, അതായത് അമേരിക്കയും പാകിസ്ഥാനും കൂടി ഡിസൈഡ് ചെയ്ത് അവരുടെ ആർമി എല്ലാം തന്നെ ജൂലൈ 26 വിഡ്രോ ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്.